ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂടെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ്. ശ്രുതി നമ്മുടെ ചന്ദ്ര പറഞ്ഞിരിക്കുന്ന ശ്രുതിക്ക് വിശേഷമുണ്ടെന്നാണല്ലേ, അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോയേക്കുന്നത്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ ശ്രുതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു ചെക്കപ്പിന്റെ കാര്യമില്ല എന്ന് മീഡിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ശ്രുതി തിരികെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ശ്രുതിയുടെ മുഖമൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ബാമ പറയുന്നുണ്ട്, ശ്രുതിയുടെ സന്തോഷം കണ്ടറിയാം ഇതെന്തായാലും പോസിറ്റീവ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ശ്രുതിനെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, മോളെ ശ്രുതി പറ, എന്താ ഡോക്ടർ പറഞ്ഞത്, റെസ്റ്റ് വേണമെന്ന് പറഞ്ഞോ, എന്തൊക്കെ മെഡിസിൻ കഴിക്കണമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്ര നീയൊന്നും മിണ്ടാതിരിക്കുക, ശ്രുതിനെ പറയാനൊന്ന് സമ്മതിക്കുക എന്ന് പറയുകയാണ്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ആ ശ്രുതി മോളെ പറ, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് പറ, ഡോക്ടർ പോസിറ്റീവാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖം വല്ലാതാവുകയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്താ ശ്രുതി മുഖം വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രേവതി എന്ന് പറഞ്ഞത് രേവതിനെ ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം ശ്രുതിനോട് കാര്യം തിരക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് സങ്കടം തോന്നരുത്, സോറി എനിക്ക് വിശേഷമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖഭാവം വേഗം മാറുകയാണ് കേട്ടോ. എല്ലാവർക്കും, ചന്ദ്രയുടെ എന്നല്ല കേട്ടോ, എല്ലാവർക്കും മൊത്തത്തിൽ വിഷമമാവുകയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, ശ്രുതി നീ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പൊ ഒന്നും വിശേഷമായില്ല എന്ന് കരുതിക്കൊണ്ട് ഇനിയും അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് രേവതി പറയുന്ന സമയത്ത് നിന്റെ കണ്ണേർ കിട്ടിയിട്ടാണ് നീ എന്തൊക്കെയോ ദുശ്ചിന്തകൾ ആലോചിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് രേവതി പറയുന്നുണ്ട്, അമ്മ ഇനി എൻ്റെ അടുത്തേക്ക് കയറിക്കോ, ഞാൻ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞു, എനിക്ക് യാതൊരു ദുശ്ചിന്തയില്ല, ദുശ്ചിന്തയായിട്ട് മനസ്സുമായിട്ട് നടക്കുന്നത് അമ്മയാണെന്ന് രേവതി പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ദുശ്ചിന്തയെ മനസ്സുമായിട്ട് നടക്കുന്നവളെന്നല്ലേ നീ പറഞ്ഞത്, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ടൊന്നും മിണ്ടായിരിക്കേണ്ട ചന്ദ്രേ, നീ യാതൊരു കാര്യങ്ങളില്ലാതെയാണ് രേവതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അവള് അവിടെ മിണ്ടായിരിക്കുകയല്ലായിരുന്നു, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി നീ തന്നെയല്ലേ, നീ വലിയ ഡോക്ടറായി ചമഞ്ഞിട്ടല്ലേ ഈ റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവരോടും നിനക്ക് കൊട്ടി ആഘോഷിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രനെ രവി വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. സമയത്ത് സച്ചി രവിയോടായിട്ട് പറയുന്നത്, അച്ഛനെ നോക്കിക്കേ, അവനെന്തായാലും ലോട്ടറി കിട്ടിയ പോലെ ഇരിക്കുന്നത്, അവൻ എത്രയത് സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് കണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ലല്ലോ, അതിന്റെ സന്തോഷത്തിലാണ് ഞാനെന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയുകയാണ്, എന്തായാലും ഒരു അച്ഛനാവാൻ പോകുന്നതിന്റെ സന്തോഷമൊന്നും നിന്റെ മുഖത്തുണ്ടായില്ല, പക്ഷെ യാതൊരു പ്രശ്നങ്ങളും പാർലറടുത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം, അത് വേറൊരു സന്തോഷമാണ് നിന്റെ മുഖത്ത് എന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നത് കേട്ടോ. ഈ സമയത്ത് രവി പറയുന്നുണ്ട്, ആ മതി ഇനി ഒരു പ്രശ്നം വലുതാക്കാൻ ശ്രമിക്കേണ്ട, ഇത്രയധികം പ്രശ്നം വലുതാക്കിയ നിന്റെ അമ്മയാണ്, അവൾക്ക് സന്തോഷമായില്ല ചന്ദ്ര നിനക്ക് എന്നൊക്കെ രവി ചോദിക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്ന മാങ്ങ വേസ്റ്റായി പോയല്ലോ എന്ന് ബാമ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി പറയും, ആൻറ്റി വിഷമിക്കേണ്ട, മാങ്ങയൊന്നും വേസ്റ്റ് ആയിട്ടില്ല, രേവതി ഉണ്ടല്ലോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിന് വളരെയധികം സന്തോഷത്തോടെ നോക്കുകയാണ് ബാമ. എന്നിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട്, മോളെ രേവതി നിനക്ക് വിശേഷം ഉണ്ടല്ലേ, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിയെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് വായുന്ന വാക്കോർത്ത് നമ്മുടെ സച്ചി ഒന്ന് ചമ്മുവാണ് കേട്ടോ. എന്നിട്ട് സച്ചി പറയുകയാണ്, ചന്ദ്രാന്റി രേവതിക്ക് വിശേഷമൊന്നുമല്ല, രേവതി നല്ല അച്ചാറുണ്ടാക്കും, അച്ചാറുണ്ടെങ്കിൽ പകുതി ആൻറ്റിക്ക് നന്ന് വിടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുകയാണ്. ഇത് സമയത്ത് ബാമയുടെ മുഖഭാവം വേഗം മാറിയതിന് ശേഷം, വെറുതെ ഞാൻ ആഗ്രഹിച്ചു, ഈ സാധനങ്ങളൊക്കെ ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് ചുവന്നുകൊണ്ട് വന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്കൊരു ഓട്ടം പോകാനുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ, നീ ഒരു മാങ്ങ എനിക്കായിട്ട്, ആ മാങ്ങ ഞാനെങ്കിലും കഴിച്ചുകൊണ്ട് പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ നിന്നൊരു മാങ്ങ മേടിച്ചതിന് ശേഷം ഹായ് നല്ല മാങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്ത് രവി പറയുന്നത്, മോളെന്തായാലും അകത്തേക്ക് ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നല്ലേ, അകത്ത് പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ ചന്ദ്രനോട് ദേഷ്യപ്പെട്ടത് രവി എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചന്ദ്രൻ നേരെ റൂമിലേക്കായിട്ട് കയറി പോവുകയാണ്. തൊട്ട് പിന്നാലെ ബാമയും ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയോടായിട്ട് പറയുകയാണ്, ഇത്ര വലിയ ആഘോഷങ്ങളാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, എല്ലാം കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതേ ബാമയെ ഞാനും വെറുതെ ആഗ്രഹിച്ചു പോയി, എൻ്റെ പേടി ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതി ആദ്യം ഗർഭിണിയാവുമോ എന്നതാണെന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് ബാമ പറയുന്നുണ്ട്, ആര് ഗർഭിണിയായാലും നിനക്ക് അച്ചമ്മയായപ്പോൾ രേവതി മോള് ഗർഭിണിയായാലും അത് നിന്റെ കൊച്ചുമകൻ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് ബാമ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ബാമ പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ഇഷ്ടപ്പെട്ട മരുമക്കളെ ഗർഭിണിയാവുന്ന ഇഷ്ടമെങ്കിൽ ഇതെല്ലാം ശ്രുതി എന്തായാലും ഇപ്പൊ ഗർഭിണിയായിട്ടില്ല, എത്ര വേഗം തന്നെ വർഷയുടെ ഗർഭിണിയാവാൻ പറയുന്നു ബാമ പറയുന്ന സമയത്ത് അതിന് വർഷ ഇവിടെ ഇല്ലല്ലോ, രണ്ടുപേരും അവരുടെ വീട്ടിലല്ലേ എന്ന് ചന്ദ്ര പറയുന്ന നേരത്ത് ബാമ പറയുന്നുണ്ട്, എത്രയും വേഗം അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഭാര്യ വീട്ടിൽ പോയി സുഖം പിടിച്ചു കഴിഞ്ഞാൽ ഒരു
ഭർത്താക്കന്മാരും തിരികെ വീട്ടിലേക്ക് വരികയില്ല എന്ന് ഭാമ പറയുന്ന നേരത്ത് അതിന് ഒരു ദിവസം പോലും ആയിട്ടില്ലല്ലോ ശ്രീകാന്ത് പോയിട്ട്, പിന്നെ നീ എന്തിന് ഇത്രയധികം കണക്ക് കൂട്ടുന്നതെന്ന് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം എന്നത് നാളെ ഒരു ആഴ്ചയാവും, പിന്നീട് ഒരു മാസമാവും, പിന്നീട് വർഷങ്ങളാവും. അവൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാത്ത രീതിക്കായോ. അതിന് പകരം നീ വർഷയെ വിളിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഇവിടെ വന്ന് താമസിക്കാൻ പറ, പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, നിന്നെ വിളിച്ചു വരുത്തിട്ട് ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ടെൻഷൻ ആയിരുന്നു, ഇപ്പോൾ കൂടുതൽ ടെൻഷനിലേക്ക് ഞാൻ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞതല്ല ചന്ദ്ര. എൻ്റെ അവസ്ഥ നിനക്ക് അറിയാലോ, ഞാനിപ്പോൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇന്നിപ്പോൾ രവിയേട്ടൻ സച്ചിയുടെ കൂടെ ഇറങ്ങി പോകാനായിട്ട് ശ്രമിച്ചു. രവിയേട്ടനും പോയി, വർഷയും ശ്രീകാന്ത് അവരുടെ വീട്ടിലും പോയി, ശ്രുതിയും അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കുടക്കീഴിൽ നിർത്താൻ നോക്കുക, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ മനസ്സിലാക്കുന്നുണ്ട് ഭാമ. അതിനുശേഷം വർഷയെ താനെന്ന് വിളിക്കട്ടെ എന്ന് നമ്മുടെ ചന്ദ്ര പറയുകയും ഭാമ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ വർഷ തൻ്റെ വീട്ടിലാകട്ടെ ചാർജർ എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. മഹിമയാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ചാർജർ വെക്കും, അവൾ ഒരിടത്തും സൂക്ഷിച്ചു വെക്കുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മയോട് ക്ലാസ് എടുക്കാനല്ല പറഞ്ഞത്, എൻ്റെ ചാർജർ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് വർഷ പറയുകയാണ്. പെട്ടെന്ന് മധുസൂദനം പറയുന്നത്, മോളുടെ ചാർജറല്ലേ ആ ഷെൽഫിൽ കുത്തിയിട്ടേക്കുന്നത്, അവിടെ നിന്ന് എടുത്തോളാൻ പറയുകയും ഈ ഒരു സമയത്താണ് ചന്ദ്രയുടെ കോള് വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നത്, ഇവരെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്ന നേരത്ത് ആരാ കോളിലെന്ന് മഹിമ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രാൻ്റിയാണെന്ന് മറുപടി പറയുന്നുണ്ട്. കോൾ എടുക്കണ്ടായെന്ന് മഹിമ പറയുന്ന നേരത്ത് കോൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും, ഇതിൽ വലിയ ശല്യമാവും, അതിലും പേരും ഉള്ള കാര്യം പറഞ്ഞിട്ട് വെക്കാമെന്നും പറഞ്ഞിട്ട് വർഷ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കേട്ടോ. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ചന്ദ്ര പറയുന്നത്, മോളെ വർഷ മോളെ കാണാനായിട്ട് ആൻറ്റി കൊതിയായിട്ട് മേല, ഈ ശ്രീകാന്ത് എത്രയും വേഗം ഇവിടെ വരാൻ പറയുന്ന നേരത്ത് ആൻറ്റി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയുടെ ഒരു ഫോട്ടോ ചന്ദ്രക്കായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ആൻറ്റിക്ക് എന്നെ കണ്ടപ്പോൾ സമാധാനമായോ എന്ന് ചോദിക്കുന്ന സമയത്ത് മോളെ ഇങ്ങനെ കാണുന്ന കാര്യമല്ല, നേരിൽ കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, മോൾ എത്രയും വേഗം ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ ഏട്ടനുള്ള വീട്ടിലേക്ക് താൻ ഇനി വരികയില്ല എന്ന് വർഷ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നത്, മോളെ അങ്ങനെ പറയും, ഇവരെല്ലാവരും മോളും ശ്രീകാന്ത് വരാത്തതിലുള്ള സങ്കടത്തിലാണ്, നിങ്ങളെ കാണാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്ന നേരത്തെ തന്നെ ഞാൻ കാര്യം ചെയ്യാം, ആൻറ്റിയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം, അതുപോലെ എന്ന് തക്ക മറുപടി പറയുന്ന സമയത്ത് ചന്ദ്ര പറയുന്നത്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ശ്രീകാന്ത് എത്രയും വേഗം ഇവിടുന്ന് ഇങ്ങോട്ട് വാ, നീ ചെയ്തതിൻ്റെ പേരിലാണ് മോൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നെങ്കിൽ അവന് പകരമായിട്ട് ഞാൻ മോളോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ ചന്ദ്ര പറയുന്ന നേരത്തെ എനിക്ക് ദാഹിക്കുമ്പോൾ ആൻറ്റി വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലല്ലോ, അദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ക്ഷമ പറയണമെന്ന് പറയണം. അപ്പം ഇങ്ങനെ ചന്ദ്രയുടെ ഓരോ ചോദ്യത്തിനും തക്ക മറുപടി നമ്മുടെ വർഷ കൊടുക്കുന്ന കാണുമ്പോഴത്തേക്കും മഹിമയ്ക്കും മധുസൂദനും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഇതേ സമയം തന്നെ ചന്ദ്ര പലതവണകളായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വർഷ ഒരു രീതിക്കും തന്നെ അടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യാൻ നിങ്ങളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട ആൻറ്റി, ഞാൻ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്കായിട്ട് പോവുകയാണ്, എന്നെ കാണാമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാലും കാണാൻ സാധിക്കില്ല, എന്തായാലും ശ്രീകാന്തിൻ്റെ ഏട്ടനുള്ള ആ വീട്ടിലേക്ക് ഞാൻ തിരികെ വരികയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ വർഷ കോള് കട്ട് ചെയ്യുന്നത്. വർഷ കോള് കട്ട് ചെയ്ത് തൊട്ട് പുറകെ തന്നെ മഹിമ വർഷയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, മോൾ എന്തായാലും നല്ല തീരുമാനമാണ് എടുത്തത്, അവർ വിളിച്ച സമയത്ത് മോൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമെന്ന് ഞാൻ ഭയന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് മധുസൂദനം പറയുന്നുണ്ട്, അവളിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞൊരു ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണ്, അവൾക്കറിയാം നല്ല തീരുമാനം എടുക്കാനൊക്കെ അറിയാം, നീ എന്തായാലും ടെൻഷൻ ഒന്നും അടിക്കേണ്ട മഹിമയെ, അവൾ എങ്ങോട്ടും വിട്ടു പോവുകയില്ല എന്ന് മധുസൂദനം പറയുന്ന നേരത്ത് അതെ ഞങ്ങളുടെ ആഗ്രഹം ഇത് തന്നെയാണ്, നീ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നാൽ മതി, ആ വീട്ടിൽ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നിൽക്കാം, പണത്തിന് പണമുണ്ട്, എവിടെ വേണമെങ്കിലും പോവാം, ആരും തന്നെ തടഞ്ഞു നിർത്തുകയില്ല എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയുകയാണ്. കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇനി ആ വീട്ടിലേക്ക് പോകുകയൊന്നും വേണ്ട, നീ ഇവിടെ നിന്നാൽ മതി, ആര് വന്ന് വിളിച്ചാലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന നേരത്തെ വർഷ പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, എനിക്ക് പോകാൻ തോന്നുമ്പോൾ ഞാൻ പോകുമെന്ന് നമ്മുടെ വർഷ പറയുന്ന സമയത്ത് മഹിമയ്ക്ക് ഒരു തിരിച്ചടി കിട്ടിയ അവസ്ഥയാവണം കേട്ടോ. പെട്ടെന്ന് തന്നെ മധുസൂദനം പറയാം, നീ ഇനി അവളോടൊന്നും പറയുകയൊന്നും വേണ്ട, അവൾക്ക് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം, മോള് ചാർജർ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് വർഷ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം മഹിമയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇനി വർഷയോടായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് അവൾ ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവൾ എന്തായാലും ചെയ്യട്ടെ, അവളെന്തായാലും ആ വീട്ടിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത്, അതുകൊണ്ട് തന്നെ നീ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനം മഹിമയോടായിട്ട് പറയുന്നുണ്ട്. ഈ സമയം തന്നെ വർഷയുടെ കോൾ കട്ട് ചെയ്തതിന് ശേഷം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ബാമ വരുന്ന സമയത്ത് അവളുടെ രീതിക്ക് അടുക്കുന്നില്ല ബാമേ, ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരാളായി ഞാൻ പറഞ്ഞിട്ട് പോലും അവൾ ആ പ്രായത്തിൻ്റെ ബഹുമാനം കാണിക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്ന നേരത്തെ, ഇത്രയും വലുതായ ആളുടെ കാര്യം നീ പറയും, നീയാണ് വലുതായ ആള്, പക്ഷെ അതിൻ്റെതായ ഒന്നും തന്നെ നീ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാമ കളിയാക്കുന്ന രീതിക്ക് പറയുന്ന സമയത്ത് ഒന്നും മിണ്ടാതിരിക്കും
എൻ്റെ ഭാമ, ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവളോട് വരാൻ പറഞ്ഞിട്ട് സച്ചോളി വീട്ടിലേക്ക് താൻ ഇനി വരികയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, എത്രയും വേഗം തന്നെ അവർ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം എന്ന്, അല്ലാതെ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ബാബയോടായിട്ട് ചന്ദ്രൻ പറയുകയാണ്. ഇതേ സമയം തന്നെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് വരികയാണ് ശ്രുതി. എന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചോദിക്കുന്ന സമയത്ത്, വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രേവതി പറയുന്നുണ്ട്, ശ്രുതി നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തിനാ വിഷമം എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ വിശേഷമുണ്ടെന്ന് കരുതിക്കൊണ്ട് തന്നെ നീ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പ് ചെയ്യാനായിട്ട് പോയത്, അപ്പൊ ആ ഒരു സങ്കടം നിനക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് രേവതി പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, നിനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്മയെല്ലാം പറഞ്ഞ് സന്തോഷിച്ചതായിരുന്നു, ശ്രീകാന്തിന്റെ വർഷയുടെ വിഷയം വരെ മറന്നത്, ഇപ്പൊ അമ്മ അത് വീണ്ടും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് അവരത് മറക്കാതിരിക്കട്ടെ, അത് തന്നെ എനിക്ക് നല്ലത് എന്നൊക്കെ ശ്രുതി പറയുന്ന നേരത്തെ, എന്ത് മറക്കാതിരിക്കട്ടെ എന്ന ശ്രുതി നീ പറയുന്നത് എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഒന്ന് പതറുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.